ഗൈസ് അപ്പം നമ്മളിത് 6:50 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതാണ്ട് നമ്മളെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ്. റോഡാണെന്ന് വെച്ചാൽ പണ്ട് തോടായിരുന്നു, പിന്നെ റോഡാക്കി. ഇപ്പോൾ വീണ്ടും ഇത് തോടാക്കാനുള്ള പരാക്രമത്തിലാണ് ഇവിടുത്തെ പഞ്ചായത്തും ആൾക്കാർ. അപ്പോൾ നമ്മൾ തോടിൻ്റെ മുമ്പിൽ വീടിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഈ സൺറൈസ് കൃഷ്ണൻകോട്ടെ സൺറൈസൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് നിർത്തി നോക്കിയെന്നുള്ളൂ സംഭവം ഈ സമയത്ത് കണ്ടപ്പോൾ. പിന്നെ നമ്മൾ നിർത്തിയത് 8:20. അത് നമ്മൾ കുതിരാൻ ടണലിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തിയാക്കണേ. അപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ അവിടെ നല്ല മഞ്ഞും നല്ല തണവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുതിരാൻ ടണലിൽ ഈ സമയത്ത് പോയിട്ടില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ കുതിരാൻ ടണലിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഒരു വീഡിയോ പണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. സംഭവം സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് വേണം പോകാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഉള്ളിൽ കയറി ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ കൂരി ഇരുട്ടായിരിക്കും. പിന്നെ അത് ടണൽ കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. നമ്മളപ്പോൾ ഇടിയപ്പവും പുട്ടും ആണ് കഴിച്ചത്. ഇടിയപ്പവും പുട്ടും കഴിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂർക്ക് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇടിയപ്പം കൊള്ളാം, പുട്ടും നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിൽ മലബാർ റെസ്റ്റോറൻ്റാണ് ഇതിൻ്റെ പേര്. പിന്നെ അതെ ഈ ഹോട്ടലിലെ ചായ കറക്റ്റ് പേര് ഞാൻ കാണിക്കാം. ചായ ബെസ്റ്റ് ചായ ഉണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളൊക്കെ നല്ല ബെസ്റ്റ് ചായ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് പരിപാടി അവസാനിപ്പിച്ചിട്ട് നമ്മളിത് ഇറങ്ങിയാണ്. ഇത് മലബാർ റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് അതിൻ്റെ പേരിട്ടാ. ലെഫ്റ്റ് സൈഡിൽ ഹൈവേ ലെഫ്റ്റ് സൈഡിലാണ്. ഏകദേശം വാളയാറിൻ്റെ അടുത്തെത്തിയപ്പോഴേ റോഡിൻ്റെ സൈഡിലായിട്ട് വലിയ മലകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ബ്ലറായിട്ടിരിക്കണ പോലെ തോന്നിയേ. ഇതിനി മഞ്ഞിൻ്റെ ആണോന്ന് അറിയില്ല, ഇനി ആ സൈഡിൽ അങ്ങനെയാണോന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് അതിലേ പോണത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് പോകും തോറും ആ മലകളൊക്കെ നോക്കി നല്ല രസമായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വിടേണ്ട. പിന്നെ നമ്മൾ നേരെ കോയമ്പത്തൂരുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അപ്പുറം കുറുമ്പുംപാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മൾ നിർത്തിയിട്ട് ഒരു കരിക്ക് ഓടിച്ച് അതൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് 9 കിലോമീറ്റർ കാണിക്കണേ. ഇത് കുറച്ചുള്ളിലേക്ക് കയറിയാണ്. കോയമ്പത്തൂർ ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കരിക്ക് കഴിച്ച് പിന്നെ ഭക്ഷണം വേറെ പുറത്തുനിന്നൊന്നും അധികം മേടിച്ചില്ല. പാലക്കാട് വിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി ചെറിയൊരു പേടി. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ വല്ല പണി കിട്ടുമോ എന്നുള്ള. അപ്പോൾ അത് കാരണം അത്ര കൺഫേം ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ ഒരു ബാങ്കിൽ വന്നിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വൈകിട്ട് ഏകദേശം ഒരു 5 മണി 6 മണിയോടുകൂടി ഇഷാ ടെമ്പിളിലേക്കാണ് വിട്ടത്. എന്തായാലും ഇവിടം വരെ വന്നേണല്ലോ. അപ്പോൾ ഇവിടെയുള്ള മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞ് അത് കുറച്ച് ദൂരമുണ്ട്, 1 hour എങ്ങാണ്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കുറുമ്പുംപാളയത്തിൽ നിന്ന്. അവിടെ നിന്ന് നേരെ വിട്ട് ഇഷാ ടെമ്പിളിലേക്ക് എത്തി. അവിടെ അതിൻ്റെ സൈഡിലുള്ള വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ലോങ്ങാണ്. ശിവൻ്റെ ആ ഒരു ഇതിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട്. ഈ സ്ഥലത്തേക്ക് കൂടി തന്നെ വണ്ടി ഓടിച്ച് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അത്രയും വിജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഏക്കർ കണക്കിന് ഭൂമി. അതിൻ്റെ അങ്ങേ അറ്റത്തെ എൻഡിലാണ് ഈ പറഞ്ഞ സംഭവം അടിപൊളിയാണ് കേട്ടോ. സ്ഥലം ഏക്കർ കണക്കിനും സ്ഥലത്ത് ഇങ്ങനെ ദൂരെ ഇഷാ ടെമ്പിൾ ആ സംഭവം അവിടെ കാണാം. ഭയങ്കര ദൂരമാണ്. നമ്മളവിടെ ബൈക്ക് വെച്ചിട്ട് പിന്നെയും ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണതുകൊണ്ട് പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഒരു സൈഡ് മൊത്തം മലകളാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ ലൈറ്റിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടിയാനായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഒരു സംഭവം റെഡിയാക്കുന്നുണ്ട്. ആദ്യം 6:15 ഞാൻ അന്നേരം നോക്കിയിരുന്നു സമയം. നടന്ന അവശതയും മച്ചന്മാരെ ഒരു നിവൃത്തിയില്ല. നമ്മളവിടെ നിന്ന് വണ്ടി ഓടിച്ച് കോയമ്പത്തൂർ, പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പരിപാടി. ഇനി തിരിച്ചു പോകണ ആരെയും ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ 7 മണിക്കാണ് ഇതിൻ്റെ ഷോ എന്ന് പറഞ്ഞത്. ഇതാണ്ട് കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഗിന്നസ് റെക്കോർഡിനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഒരു സ്റ്റാച്ചു, ബിഗ്ഗസ്റ്റ് സ്റ്റാച്ചു കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ബൗണ്ടറി വെച്ചാക്കിയാണ്. അത് കാരണം നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഈ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഈ സംഭവം നടക്കണ കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 7 മണിക്കെന്നാണ് പറഞ്ഞത്. പക്ഷേ തുടങ്ങിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 7:30 തോന്നുന്നു ഇതിൻ്റെ ആ ഷോ തുടങ്ങിയപ്പോൾ. അതായത് നമ്മുടെ ശിവൻ്റെ ഇതുമ്മ 2 പ്രൊജക്ടർ ലെഫ്റ്റും റൈറ്റും വെച്ചിട്ട് അതുമ്മലേക്ക് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമ്മലേക്ക്
നല്ല മനോഹരമായ ആനിമേഷൻസ്, അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒറിജിൻ ഓഫ് ആദിയോഗി അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഒരു കഥയും രൂപത്തിൽ നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സൂപ്പർ സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ പോയപ്പോൾ പിന്നെ ഇതിന് വേണ്ടി ഇനി വരണ്ടല്ലെന്ന് വിചാരിച്ചാണ് ഇത്രയും സെറ്റപ്പ് സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ ഷോ തുടങ്ങണേം കാത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം എന്തായാലും അത് കഴിഞ്ഞിട്ട് പോകണല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പോൾ തിരിച്ചൊരുപാട് പോകാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഷോ തുടങ്ങി ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ആ സ്റ്റാച്ചുവിൻ്റെ രണ്ട് സൈഡിലും 2 പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടർ വെച്ചിട്ട് അതിലേക്ക് ചന്ദ്രക്കലയാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ താഴേക്കൊക്കെ ഓരോരോ സംഭവങ്ങൾ കാണിക്കും. ആനിമേഷൻ നല്ല സൂപ്പറാണ്. ആ പ്രതിമയമ്മ കൊണ്ടുവന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള രസം അവിടെ നിന്ന് ഈ കാണുന്ന രസമൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ലൈറ്റും ഇല്ല, പിന്നെ നമ്മൾ ഒരു കണക്കിന് ഷൂട്ട് ചെയ്തെടുത്തതാണ്, അത്ര പെർഫെക്ഷനിലൊന്നുമല്ല. ഇത് കുറച്ച് ഞാൻ സ്പീഡാക്കി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഭയങ്കര സ്ലോവിലാണ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ ആ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ എല്ലാ കാര്യം കൂടി ഒരുമിച്ച് ഇത് കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരു വൈബാണ്. ശിവൻ്റെയും പാർവതിയുടെയും 2 സൈഡിലായിട്ടുള്ള രൂപങ്ങൾ അത് ക്രോസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരുപാട് അന്വേഷണം ഉണ്ട്. എനിക്ക് തോന്നുന്നു മുഴുവനും ഞാനത് കാണിക്കണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട്, അരമണിക്കൂറിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഒരു കുറച്ച് ഭംഗിയുള്ള കുറച്ച്. അതിന് ശേഷം ഈ ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ ടെമ്പിൾ ഉണ്ട്, അവിടെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അത്രയും തിരക്കാണ്. ഇതിൻ്റെ ചുറ്റുമായിട്ട് തന്നെ ഒരു 5 ജനക്കൂട്ടമാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ പേര്, ഒരുപാട് പേര് അത് പോയി കണ്ട് അവിടെ തൊഴുതിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മളപ്പോൾ ഈ ഷോ കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇപ്പോൾ എറണാകുളം വരെ എത്തണമല്ലോ. അപ്പോൾ അത് കാരണം അധികം നേരം പിന്നെ അവിടെ നിന്നില്ല. ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ ഒരു ബ്ലൂ ഷെയ്ഡിൽ അത് ഇങ്ങനെ സ്റ്റേബിളാക്കിയിട്ടാക്കിയാണ് പ്രൊജക്ടറിൽ നിന്ന്. അത് കഴിഞ്ഞത് ആൾക്കാരൊക്കെ പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. പിന്നെ കുറേ പേര് അമ്പലത്തിൽ തൊഴുവാൻ നിൽക്കുന്നുണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ കൂടി അത്യാവശ്യം നല്ല ക്യൂവും തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതാണ് മനോഹരമായ മൈതാനം കാണുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റത്താണ് നമ്മുടെ ബൈക്ക് ഇരിക്കണത്. ബൈക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ബൈക്ക് പിന്നെയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഈ പറഞ്ഞ മെയിൻ റോഡ്. അപ്പോൾ ഇത് 8 മണിയാകുമ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം 8 മണിയോടുകൂടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൈതാനത്തിൻ്റെ വലിപ്പം കണ്ട അവിടെ. പിന്നെ ഈ മൈതാനത്തെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അവിടെ കുറേ പേര് വന്ന് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഷോ കഴിഞ്ഞിട്ട് കുറേ പേര് അവിടെ വിജനമായ മൈതാനത്ത് വന്നിരുന്ന് യോഗ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണമുണ്ടായിരുന്നു. അപ്പം വല്ലാത്തൊരു വൈബാണ്. പിന്നെ നമ്മളിതേ വാളയാറെത്തി. വാളയാറ് കഴിഞ്ഞ് അവിടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ 9:30 മണിയായി. അവിടെ നിന്ന് ഈ സംഭവം ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി പിന്നെ മറ്റേ എന്തിട്ടാണ് എന്തിട്ടിന് പറയണ പേര് മറന്നു, അൽഫാമല്ല മറ്റേ തന്തൂരി. അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ ഇനി ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല പേടി ഉണ്ടായിട്ടാ. അതിന് ഇത്രയും യാത്ര ചെയ്തേ ഒരു പരിപാടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹെവി സാധനങ്ങൾ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ എത്തി ഒരു കണക്കിന്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പം ഇനി വാളയാറിന്ന് ഇനി നേരെ നമ്മൾ നോർത്ത് പറവൂർ, എറണാകുളം നോർത്ത് പറവൂർക്കാണ് വിടാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാവുന്നൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഇത് വല്ലാത്തൊരു വൈബാണ്. നമ്മൾ അത്രയും രാവിലെ തുടങ്ങി ഈ ഓട്ടം ആയതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ടയേർഡായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. ബാക്കി അവിടെ നമ്മൾ നേരത്തെ ചെല്ലുകയാണെങ്കിൽ, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്ന് കൂളായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം പരിപാടികളുണ്ടായിരുന്നു. അത് കാരണം എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇഞ്ചപ്പരുവായി. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ വിടുകയാണ്. കുതിരാണ്ടാണ് അല്ലാണ്ട് കാണുന്നത്, നൈറ്റ് വിഷനാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഇഷ ടെമ്പിൾ. അപ്പോൾ ഈ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.